ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണുവിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് വായിച്ചാൽ ആരായാലും ഇയാളിതെന്ത് തേങ്ങയായി പറയുന്നതെന്ന് ചോദിച്ചു പോകും. വിദേശ സഹകരണത്തിന് വാസുകിയെ സെക്രട്ടറിയായി ചുമതലപ്പെടുത്തിയ ഉത്തരവിനെ ന്യായീകരിക്കാൻ ചീഫ് സെക്രട്ടറി വല്ലാതെ പാടുപെടുന്നുണ്ട്. നല്ല ന്യായീകരണം എഴുതിയാൽ മുഖ്യമന്ത്രി പ്രസാദിക്കും. ചീഫ് സെക്രട്ടറിക്ക് അത് നന്നായി അറിയാം. അടുത്ത മാസം വിരമിക്കുകയാണ് ചീഫ് സെക്രട്ടറി. വിരമിച്ചാൽ ചീഫ് സെക്രട്ടറിയും ശിപ്പായിയും ഒന്ന് തന്നെ. അധികാരമില്ലാത്തവനെ പിന്നെ ആരും തിരിഞ്ഞു നോക്കില്ല. ഈ വർഷം ഓഗസ്റ്റ് 31 വിരമിക്കുന്ന ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി ഉഗ്രൻ ഒരു കസേര തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഭരണസിരാ കേന്ദ്രത്തിൽ നിന്നുള്ള സൂചന. മുൻ ചീഫ് സെക്രട്ടറിമാരായ KM എബ്രഹാമിനും VP ജോയിക്കും ലഭിച്ചതുപോലെ ശമ്പളവും പെൻഷനും കിട്ടുന്ന കസേര വേണുവിനും കിട്ടും. വിരമിച്ചാലും 6 ലക്ഷം രൂപ വരെ മാസ ശമ്പളമുള്ള ജോലി എന്നർത്ഥം. ന്യായീകരിക്കാൻ ചീഫ് സെക്രട്ടറി വന്നില്ലെങ്കിൽ മാത്രം അത്ഭുതപ്പെട്ടാൽ മതി. അടുത്ത ചീഫ് സെക്രട്ടറി ആകാൻ ക്യൂവിൽ നിൽക്കുന്നവരിൽ പ്രമുഖ ശാരദ മുരളീധരനാണ്. ഡോക്ടർ വേണുവിന്റെ ഭാര്യയാണ് ഈ പറയുന്ന ശാരദ. ശാരദയേക്കാൾ സീനിയോറിറ്റി ഉള്ളവരും ചീഫ് സെക്രട്ടറി കസേരയിൽ ക്യൂവിലുണ്ട്. മുഖ്യനൊന്ന് പ്രസാദിച്ചാൽ ചീഫ് സെക്രട്ടറി കസേര ഭാര്യയ്ക്ക് കിട്ടും. ഭാര്യയ്ക്ക് ചീഫ് സെക്രട്ടറി, ഭർത്താവിന് പുനർനിയമനം. ആനന്ദലബ്ധിക്ക് ഇനി എന്തു വേണം ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണുവിന്? വേണുവിന്റെ വിശദീകരണത്തിലേക്ക് വരാം. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ വിദേശത്തേക്ക് പോകുമ്പോൾ അവിടെ നടക്കുന്ന ചർച്ചകളുടെ ഫലമായി പല പ്രതിനിധികളും കേരളം സന്ദർശിക്കാറുണ്ടെന്നും പുതിയ ബന്ധങ്ങൾ തേടാറുണ്ട് എന്നുമാണ് വേണുവിന്റെ വാദം. സംസ്ഥാനത്തിന്റെ വികസനത്തിനായി പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള ഉദ്യമത്തിന്റെ ഭാഗമായിട്ടാണ് വാസുകിയുടെ നിയമനമെന്നാണ് വേണു വിവരിക്കുന്നത്. അങ്ങയുടെ ഒരു ലളിതമായ ചോദ്യം ചോദിക്കട്ടെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൈന സന്ദർശിക്കുന്നു എന്ന് കരുതുക. തുടർന്ന് ചൈനയിലെ പ്രതിനിധികൾ മുഖ്യമന്ത്രിയെ കാണാൻ നേരിട്ട് തിരുവനന്തപുരത്ത് വരുന്നു. ഇരു കൂട്ടരും പുതിയ ബന്ധം സ്ഥാപിക്കുന്നു. ഒരു സംസ്ഥാനത്തിന് ഇതെങ്ങനെ ചെയ്യാൻ സാധിക്കും ചീഫ് സെക്രട്ടറി? ഇന്ത്യ വളരരുതായി എന്ന് ആഗ്രഹിക്കുന്ന ചൈനയെ പോലുള്ള രാജ്യങ്ങൾ സംസ്ഥാനങ്ങളുമായി ചെങ്ങാത്തം കൂടിയാൽ രാജ്യത്തിന്റെ അവസ്ഥ പിന്നീട് എന്തായി മാറും? ഇതൊക്കെ ഭരണഘടന തയ്യാറാക്കിയവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് യൂണിയൻ ലിസ്റ്റിൽ വിദേശ രാജ്യങ്ങളുമായുള്ള സഹകരണം ഉൾപ്പെടുത്തിയത്. കേരളം രാജ്യമല്ല എന്ന് ചീഫ് സെക്രട്ടറി ആദ്യം മനസ്സിലാക്കണം. പിണറായി വിജയൻ പ്രധാനമന്ത്രിയല്ല എന്നതും ഓർക്കണം. ചീഫ് സെക്രട്ടറിയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ ഒരു വാർത്ത കണ്ടു. സംസ്ഥാന സർക്കാർ ഒരു ഉദ്യോഗസ്ഥയെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിച്ചു എന്നായിരുന്നു വാർത്തയുടെ തലക്കെട്ട്. ഉടൻ തന്നെ ഈ വാർത്ത വൈറലായി മാറുകയും ഇതിന്മേൽ ധാരാളം പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരികയും ചെയ്തു. സമീപകാലത്തായി കണ്ടുവരുന്ന ഒരു പ്രവണതയുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ വാർത്ത. ഒരു സർക്കാർ വിരുദ്ധ വാർത്ത ഉണ്ടാക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവസരം നഷ്ടപ്പെടരുത് എന്ന ചിലരുടെ വാശിയുടെ അടിസ്ഥാനത്തിലാണ് ഇതുപോലുള്ള വാർത്തകൾ പിറക്കുന്നത്. താൻ എഴുതുന്നത് വാസ്തവമല്ല എന്ന പൂർണ്ണ അറിവോട് കൂടി ഒരു പത്രപ്രവർത്തകൻ കരുതിക്കൂട്ടി ഒരു കള്ളവാർത്ത ചമച്ചുണ്ടാക്കുന്നതിന്റെ ഉദാഹരണമാണിത്. ഒരു വാർത്ത വന്നാൽ അതിന്റെ സ്രോതസ് എന്ത് എന്ന് അന്വേഷിക്കാതെ, വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കാതെ സർക്കാർ വിരുദ്ധ അഭിപ്രായവുമായി ഓടിയിറങ്ങാൻ താല്പര്യമുള്ളവർ ഈ കള്ളവാർത്തയോട് പ്രതികരിക്കുന്നതും കണ്ടു. കേരളം മറ്റൊരു രാജ്യമായി മാറുകയാണോ എന്ന് വരെ ചിലർ അത്ഭുതപ്പെട്ടു. ഇനി വസ്തുതകൾ എന്തെന്ന് നോക്കാം. സംസ്ഥാന സർക്കാർ വിദേശകാര്യ സെക്രട്ടറിയെ നിയോഗിച്ചു ഉത്തരവിറക്കിയോ? ഇല്ല. വിദേശകാര്യം കേന്ദ്ര സർക്കാരിന്റെ വിഷയമാണ് എന്ന അടിസ്ഥാന വസ്തുത അറിയാത്തവരല്ല സർക്കാരിൽ ഇരിക്കുന്നവർ. പിന്നെ എന്താണ് ഈ ഉത്തരവിലൂടെ സർക്കാർ ഉദ്ദേശിച്ചത്? പല വിദേശ ഏജൻസികൾ, മൾട്ടിലാറ്ററൽ ഏജൻസികൾ, വിദേശ രാജ്യങ്ങളുടെ എംബസികളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, പ്രതിനിധി സംഘങ്ങൾ കേരള സംസ്ഥാന സർക്കാരിനോടും അതുപോലെ തന്നെ മറ്റു സംസ്ഥാന സർക്കാരുകളോടും നിരന്തരം ബന്ധപ്പെടാറുണ്ട്. ഈ ഇടപാടുകളിലൂടെ വാണിജ്യ, വ്യാവസായിക, സാംസ്കാരിക രംഗങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാറുണ്ട്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ വിദേശത്ത് പോകുമ്പോൾ അവിടെ നടക്കുന്ന ചർച്ചകളുടെ ഫലമായി പല പ്രതിനിധികളും കേരളം സന്ദർശിക്കാറുണ്ട്, പുതിയ ബന്ധങ്ങൾ തേടാറുണ്ട്. മുൻ വർഷങ്ങളിൽ ഇവ പ്രത്യേക വകുപ്പുകളുടെ ചുമതലയായിട്ടായിരുന്നു കണ്ടിരുന്നത്. ഇതുപോലെയുള്ള ചർച്ചകളുടെ എണ്ണം കൂടി വന്നപ്പോൾ കുറെ കൂടി മെച്ചപ്പെട്ട കോർഡിനേഷൻ ആവശ്യമാണ് എന്ന് കണ്ടു. അതിനായി കുറച്ചു കാലം മുമ്പ് ഉണ്ടാക്കിയ സംവിധാനമാണ് എക്സ്റ്റേണൽ കോഓപ്പറേഷൻ എന്ന ഡിവിഷൻ. സമീപകാലം വരെ സംസ്ഥാന സർവീസിൽ ഉണ്ടായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ സുമൻ ബില്ലയ്ക്കായിരുന്നു ഇതിന്റെ ചുമതല. അദ്ദേഹം കേന്ദ്ര സർവീസിലേക്ക് പോയപ്പോൾ ശ്രീമതി വാസുകിക്ക് നൽകി. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഉത്തരവിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടാനും കേന്ദ്ര സർക്കാരിന്റെ അധികാരത്തിൽപ്പെടുന്ന വിഷയങ്ങളിൽ കൈകടത്താനുമല്ല, മറിച്ച് സംസ്ഥാനത്തിന്റെ വികസനത്തിനായി പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള ഉദ്യമത്തിന്റെ ഭാഗമായാണ് ഈ കാര്യങ്ങൾ സർക്കാർ ചെയ്തത്. ഇതാണ് ഒരു പത്രപ്രവർത്തകന്റെ മിസ്ലീഡിംഗ് ആയ ഒരു വാർത്തയിൽ നിന്നും സംസ്ഥാനം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറിയത്. പൊതുസമൂഹത്തിന് ചർച്ച ചെയ്യാൻ പ്രധാനപ്പെട്ട ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഇതുപോലെ പടച്ചുണ്ടാക്കുന്ന കള്ളവാർത്തകൾ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തരുത്. ചീഫ് സെക്രട്ടറിയോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഒരു വിദേശ കോൺസുലേറ്റ് നമ്മളോട് നിരന്തരം ബന്ധപ്പെട്ടതിന്റെ ഭാഗമായി ഭാവിയിൽ ചീഫ് സെക്രട്ടറി ആകേണ്ടിയിരുന്ന ഒരാള് ജയിലിലായ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്.
അതായത് ചീഫ് സെക്രട്ടറിക്ക് വിശദീകരിച്ചിട്ടും തൃപ്തി വരുന്നില്ല എന്ന്. അല്ലെങ്കിലും അത് അങ്ങനെയാണ്. ഒരു നുണ പറഞ്ഞാൽ പിന്നെ അത് സ്ഥാപിക്കാൻ വേണ്ടി 100 നുണകൾ പറയേണ്ടി വരുമല്ലോ. പത്രത്തിൽ വന്ന വാർത്തയും ചീഫ് സെക്രട്ടറി നൽകിയ വിശദീകരണവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ചുരുക്കത്തിൽ അൽ കേരള രാജ്യം ഇന്ത്യൻ തലസ്ഥാനമായ ദില്ലിയിൽ അൽ കേരള അംബാസിഡറായി KV തോമസിനെയും വിദേശകാര്യ സെക്രട്ടറിയായി വാസുകിയെയും നിയമിച്ചു എന്ന് വളച്ചുകെട്ടില്ലാതെ പറഞ്ഞാൽ പോരായിരുന്നു ചീഫ് സെക്രട്ടറി. അടുത്ത മാസം വിരമിക്കുന്ന അങ്ങേക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. മുഖ്യൻ അങ്ങയെ നന്നായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ചീഫ് സെക്രട്ടറി കസേര അങ്ങയുടെ ഭാര്യ ശാരദയ്ക്ക് തന്നെ ലഭിക്കട്ടെ.